മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ടാണ്. മുനമ്പം സജീവമായ ഒരു വിഷയം തന്നെയാണ് ഇപ്പോൾ കേരളത്തിൽ. മുനമ്പം ഭൂമി പ്രശ്നത്തിൽ മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ ശ്രമം എന്നാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയുടെ പ്രതികരണം. പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും ഭിന്നിപ്പിക്കാൻ ബോധപൂർവമായ ശ്രമം. സമുദായത്തിന്റെ സ്വത്ത് സംരക്ഷിക്കാൻ വഖഫിനെ ആശ്രയിക്കുന്നതിൽ എതിർപ്പില്ല. മുനമ്പത്ത് സാധാരണക്കാരന്റെ ഭൂമി പിടിച്ചെടുക്കാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നും മാർ ജോസഫ് പാമ്പ്ളാനിയുടെ പ്രതികരണം. മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവര് വഖഫ് സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതിൽ ഞങ്ങൾക്ക് ആർക്കും പരാതിയില്ല. ന്യായമായ ആവശ്യങ്ങള് മുസ്ലിം സമുദായത്തിന് വേണ്ടി നേടിയെടുക്കാൻ അവർ നടത്തുന്ന എല്ലാ പരിശ്രമങ്ങളോടും ക്രൈസ്തവരെന്ന നിലയില്, കത്തോലിക്ക കോൺഗ്രസ് എന്ന നിലയില് ഞങ്ങൾക്ക് 100% പിന്തുണയേ ഉള്ളൂ. ഞങ്ങൾ സഹകരിക്കുന്നവരാണ്. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ് ഇവിടുത്തെ പാവപ്പെട്ട കർഷകരെയും ന്യൂനപക്ഷങ്ങളെയും തമ്മിലടിപ്പിക്കാൻ ആരൊക്കെയോ ബോധപൂർവം ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളതിന്റെ സാക്ഷ്യമല്ലേ ഇത്? മുനമ്പത്ത് എന്നല്ല, ഈ നാട്ടിലെ ഒരു കർഷകന്റെയും ഒരു സാധാരണക്കാരന്റെയും ഭൂമി ഒന്നിന്റെയും പേരിൽ പിടിച്ചെടുക്കാം എന്നാരും വ്യാമോഹിക്കരുത്. സജോ ദേവസ്യയുണ്ട് കണ്ണൂരിൽ നിന്ന് ഇപ്പോൾ വിശദാംശങ്ങളുമായി. സജോ, ഇതൊരു രാഷ്ട്രീയ വിഷയം കൂടിയായി മാറുന്നുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? സജോ. ഉന്മേഷ്, മുനമ്പത്തെ ഭൂമി പ്രശ്നം ഒരു രാഷ്ട്രീയ വിഷയമാണ്, അതൊരു സാമൂഹിക വിഷയം കൂടിയാണ്. വലിയ തോതിൽ ചർച്ച നടക്കുന്നുണ്ട്. ഒരു വശത്ത് സർക്കാർ ജുഡീഷ്യൽ കമ്മീഷനെ അടക്കം നിയോഗിക്കുമ്പോഴും മുനമ്പത്തെ സമരം തുടരുന്നുണ്ട്. അവിടുത്തെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും, സാധാരണക്കാരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കണം എന്ന ആവശ്യം ഒരു വശത്ത് നിൽക്കുന്നുണ്ട്. കുടിയിറക്കൽ എന്ന നയം സർക്കാരിനില്ല എന്ന് മുഖ്യമന്ത്രിയും ഇന്ന് കൂത്തുപറമ്പിൽ നടന്ന പരിപാടിയിൽ അടക്കം വ്യക്തമാക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പ്രശ്നം ഒരു വശത്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിൽ മുതലെടുപ്പിനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്നടക്കമുള്ള രാഷ്ട്രീയ വിമർശനങ്ങൾ വിവിധ രാഷ്ട്രീയ സംഘടനകളടക്കം പല ഘട്ടങ്ങളിൽ ഉന്നയിക്കുകയും അതടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും ചെയ്തതാണ്. ആ വിഷയത്തിലാണ് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ളാനിയുടെ പ്രതികരണം. മുസ്ലിം സമുദായത്തിന്റെ പേര് പറഞ്ഞ്, അല്ലെങ്കിൽ വഖഫ് വിഷയത്തിന്റെ പേര് പറഞ്ഞ് തമ്മിലടിപ്പിക്കാൻ, അതായത് കർഷകരെയും ന്യൂനപക്ഷ വിഭാഗങ്ങളെയൊക്കെ പരസ്പരം തമ്മിലടിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. അതൊരു വശത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, മുസ്ലിം സമുദായം വഖഫ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി, സമുദായത്തിന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി വഖഫിനെ ആശ്രയിക്കുന്നതിൽ ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പില്ല. ആ വിഷയത്തിൽ തർക്കമില്ല. അതേസമയം എന്ത് വിഷയത്തിന്റെ പേരിലാണെങ്കിലും, എന്ത് നിയമപരമായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണെങ്കിലും മുനമ്പത്തടക്കമുള്ള മനുഷ്യരെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ എന്നുള്ള വ്യാമോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല, അത് അനുവദിക്കില്ല. അവരുടെ റവന്യൂ അവകാശങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക മാത്രമാണ് പോംവഴി എന്ന് മാത്രമല്ല, അദ്ദേഹം യഥാർത്ഥത്തിൽ ജുഡീഷ്യൽ കമ്മീഷനെയും വിമർശിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ പോലും സാധ്യത തേടേണ്ട ആവശ്യമില്ല. അവിടെ പ്രശ്നപരിഹാരം എന്നത് അവരുടെ റവന്യൂ അവകാശങ്ങളും, മുനമ്പത്തെ ജനങ്ങളുടെ റവന്യൂ അവകാശം പൂർണ്ണമായും, അതായത് അവരുടെ ഭൂമിയിലെ മേലുള്ള അവകാശം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുക എന്നാണ്. അതായത് നികുതി അടക്കം ഇപ്പോൾ നിയമപ്രശ്നത്തിലേക്ക് പോകുന്നു. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ചും പ്രശ്നം നേരിടുന്നു. നിയമപരമായി മാത്രമേ അത് പുനഃസ്ഥാപിക്കാൻ കഴിയുകയുള്ളൂ. അങ്ങനെ ഉള്ളപ്പോൾ പോലും അങ്ങനെയല്ലാതെ മറ്റൊരു പരിഹാരത്തിനും അവിടെ സ്കോപ്പില്ല. അങ്ങനെ അവരെ അവിടെ നിന്ന് ഏതെങ്കിലും നിലയ്ക്ക് കുടിയൊഴിപ്പിക്കാമെന്ന് വ്യാമോഹിക്കരുത്. ഇത് സമുദായങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, അങ്ങനെ കാണേണ്ടതുമില്ല. പക്ഷേ പ്രശ്നപരിഹാരത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കോംപ്രമൈസിന് സാധ്യത അവശേഷിക്കുന്നില്ല. അതായത് വിട്ടുവീഴ്ച എന്നൊരു സാധ്യതയില്ല. പകരം അവിടെ പ്രശ്നപരിഹാരം ഉണ്ടാകണം. അതേസമയം ന്യൂനപക്ഷ വിഭാഗങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങളെയും അദ്ദേഹം തള്ളിക്കളയുകയാണ്. ഉന്മേഷ്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.